ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ടിൽ ഡീപ്പ് നെക്ക് ബാക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ബ്ലൗസ് അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 38 സൈസിൻ്റെ ഒരു ബ്ലൗസാണ്. ഫുൾ ബസ്റ്റ് 38, അപ്പർ ചെസ്റ്റ് 37, ഷോൾഡർ 15, ലെങ്ത് 14.5. ഹുക്കിനായി ഫസ്റ്റ് ഒരു 1/4 ഇഞ്ച് സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ലെങ്ത് മാർക്ക് ചെയ്യുക. 14.5 ആണ്. അതിൽ 1 ഇഞ്ച് ആഡ് ചെയ്ത് 15.5 മാർക്ക് ചെയ്യുക. അതിനുശേഷം 5.5-ൽ ആ മോളിനായി ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. അടുത്ത ഷോൾഡർ 15 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ബാക്ക് നെക്ക് ഡീപ്പ് 11 ഇഞ്ചാണ്. 1/2 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ബാക്ക് നെക്ക് 11 ഇഞ്ച് ഡീപ്പ് ഉള്ളതുകൊണ്ട് ഷോൾഡറിൽ നിന്ന് 2.25 ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതാണ്. 2.25 മൈനസ് ചെയ്ത് ഒരു മാർക്ക് അടയാളപ്പെടുത്തുക. ബോട്ടത്തിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്തും ഒരു ലൈൻ വരച്ചു കൊടുക്കുക സ്ട്രെയിറ്റാണ്. അടുത്ത അപ്പർ ചെസ്റ്റ് 37 ആണ്. 37-ൻ്റെ 4-ൽ 1 ഭാഗം 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്ക് ഡീപ്പായതുകൊണ്ട് 1/4 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക. അടുത്ത വേസ്റ്റ് 32 ആണ്. 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 1.25 ഇഞ്ച് ഡാട്ടിനായി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് രണ്ടും യോജിപ്പിച്ച് കൊടുക്കുക. 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത ആ മോളിന് വേണ്ടി നമ്മൾ 2.25 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യാതെ 3/4 ഇഞ്ച് ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫുൾ ഷോൾഡറിൽ നിന്ന് 2.25 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ക്രോസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുൾ ഷോൾഡർ 7.5 അതിൽ നിന്ന് നമ്മൾ 2.25 മൈനസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് വരച്ചു കൊടുക്കുന്നത് ക്രോസ് ലൈൻ. ഫ്രഞ്ച് കർവ് എടുത്ത് ആ മോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ഒരു 1/4 ഇഞ്ച് മൈനസ് ചെയ്യുക. ഷോൾഡർ എടുത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊക്കെ ഓവരുടെ താല്പര്യത്തിലാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മാർക്ക് ചെയ്യാവുന്നതാണ്. ഷോൾഡർ 1/4 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക. ആ മോൾ അളന്നു നോക്കേണ്ടതാണ്. 15.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 7.25 വേണം. മാർജിൻ വിട്ട് 7.25 ഉണ്ടോ എന്ന് നോക്കുക. അല്പം കൂടുതലാണ് കാണുന്നത്. അതുകൊണ്ട് അല്പം 1/4 ഇഞ്ച് മേലെ ഏറ്റി കൊടുക്കുക. അത് കുറവാണെങ്കിൽ 1/4 ഇഞ്ച് ഇറക്കി കൊടുത്ത് അതിനനുസരിച്ച് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനു മുമ്പായി നെക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് ഷേപ്പ് കൊടുക്കുക. അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. ബ്രോഡ് നെക്ക് വേണ്ടവർ കുറച്ച് ക്രോസായി വരച്ചു കൊടുക്കുക. മാർക്ക് ചെയ്ത ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക.
ഇനി ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് ഷോൾഡർ ലെങ്ത് ഫസ്റ്റ് മാർക്ക് ചെയ്യുക 7.5. ഫ്രണ്ട് നെക്ക് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഫ്രണ്ട് നെക്ക് 7 ഇഞ്ച് ഡീപ്പായതുകൊണ്ട് ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്ത മാർക്കിങ്ങിൽ ബാക്ക് എടുത്ത് ബാക്ക് ഷോൾഡറിന് അതിനോട് ചേർത്ത് വെച്ച് സ്ട്രെയിറ്റായി വെച്ച ശേഷം കോപ്പി ചെയ്ത് കൊടുക്കുക. അത് സൈഡിൽ കുറച്ച് വെളിയിലേക്ക് വരുന്നതാണ്. അത് അങ്ങനെ തന്നെ വെക്കേണ്ടതാണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോൾഡറിനോട് യോജിപ്പിച്ച് സ്ട്രെയിറ്റായി വെക്കുക. അതിനുശേഷം ബസ്റ്റ് പോയിന്റിനായി മാർക്ക് ചെയ്യുക. 38 ഫുൾ ബസ്റ്റ് ആണ്. 38 ഫുൾ ബസ്റ്റ് ആകുമ്പോൾ 9.5 ബസ്റ്റ് പോയിന്റ് വരണം. അപ്പോൾ അറേഞ്ച് മാർക്കിംഗ് ചേർത്ത് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ബസ്റ്റ് സെൻറ്ററിനായി 38ൻ്റെ 10ൽ1 ഭാഗം 3.8 അടയാളപ്പെടുത്തി അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി 3.8ൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്ത് 2.8 വേസ്റ്റിൽ അടയാളപ്പെടുത്തുക. ഇത് രണ്ടും യോജിപ്പിച്ച് മേലെ 1.5 ഇഞ്ച് മേലെ വരെയും കൊണ്ടുവന്ന് മാർക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ആമോളിൽ നിന്നും ഒരു 4.25 ഇഞ്ച് താഴെ ഒരു മാർക്ക് അടയാളപ്പെടുത്തി പ്രിൻസസ് കട്ടിൻ്റെ ലൈനിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ബസ് സെൻറ്ററിൽ നിന്ന് 1.5 ഇഞ്ച് മേലെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ടാട്ട് വിടുത്ത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 38 ഫുൾ ബസ്റ്റ് ആണ്. അപ്പോൾ 38ൻ്റെ 10ൽ1 ഭാഗം 3.8 ആണ് ഞാനിവിടെ എടുക്കുന്നത്. അത് ബസ്റ്റ് സൈസ് അനുസരിച്ച് ഫുൾ ബസ്റ്റ് ആണെങ്കിൽ 38ൻ്റെ 10ൽ1 ഭാഗം ഫുൾ 3.8 എടുക്കാം. ബസ്റ്റ് സൈസ് കുറവുള്ള ആളുകളാണെങ്കിൽ അത് 3/4 ഇഞ്ച് വരെയും കുറക്കാവുന്നതാണ്. ഞാനിവിടെ 3.8 തന്നെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്ട്രെയിറ്റായി വരക്കാതെ 1/2 ഇഞ്ച് ക്രോസ് ചെയ്ത് ഒരു വരച്ചു കൊടുക്കുക. ഇനി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നല്ല കർവ് മാർക്ക് ചെയ്ത് ബസ്റ്റിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടതാണ്. അതിൽ നിന്ന് ബസ്റ്റ് സെൻറ്ററിൽ നിന്നും ഒരു 1/4 ഇഞ്ച് മേലെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ആ 2 ലൈനും ജോയിൻ ചെയ്യുന്നതിൽ നിന്നും 1/4 ഇഞ്ച് മേലെ ഇരുന്ന് റൗണ്ട് മാർക്ക് ചെയ്ത് ഫ്രഞ്ച് കർവ് തിരിച്ചു പിടിച്ച് താഴെ നിന്നും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റ് 8 ഇഞ്ച് വേണം. ഇവിടെ നിന്ന് അളന്ന് നോക്കുക. 2.25 ഉണ്ട്. 2.25 ഒഴിവാക്കി 8 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ മോളിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഫുൾ ബസ്റ്റ് 38 ആണ്. 9.5 വരണം. അതിൽ നിന്ന് 3/4 ഇഞ്ച് വരെ 1 ഇഞ്ച് ലൂസ് വരണം. അത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ കറക്റ്റായിട്ടുണ്ട്. കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റിൽ മാർക്ക് ചെയ്ത അടയാളത്തിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ആ കർവ് അളന്ന് നോക്കുക ബസ് സെൻറ്റർ വരയ്ക്കും. അതേ അളവ് ഈ ഭാഗത്തും വേണ്ടതാണ്. അത് കറക്റ്റ് ചെയ്ത് കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്തെന്നാൽ ആ 2 പാർട്ടും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരേ അളവല്ലെങ്കിൽ അത് സൈസിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആമോൾ കറക്റ്റ് ചെയ്യുന്നതിനായി ആദ്യം ബാക്ക് ആമോളിൽ ലൈൻ വരയുക. ഇത് നമ്മുടെ ബാക്ക് ആമോളിൻ്റെ ലൈനാണ് ഇപ്പോൾ നമ്മൾ വരഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ലൈറ്റായി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ഡെപ്തിൽ കുഴിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റായി കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഇനി ബാക്ക് ഉപയോഗിച്ച് നെക്ക്
നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ 4 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ നിന്നും ഫ്രണ്ട് 4 ഇഞ്ച് ക്രോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നെക്കിൻ്റെ ഷേപ്പിലേക്കായി നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ബ്രോഡ് നെക്ക് വേണ്ടവർ കുറച്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക. ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ബോട്ടത്തിൽ വേസ്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൽ ബാക്ക് വെച്ച് സൈഡ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ശേഷമാണ് ബാക്കിൻ്റെ അളവ് യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ സൈഡ് അടിക്കുമ്പോൾ ചെറുതും വലുതുമാകാൻ സാധ്യതയുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുക. ഒന്നര ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് ബാക്ക് വെച്ച് നമ്മൾ അളന്ന് നോക്കേണ്ടതാണ്. ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ സൈഡ് ലെങ്ത് ഒരുപോലെ ആയിരിക്കണം. ബെസ്റ്റ് സെൻറ്ററാണ് ഇത്. അവിടെ ഒരു അടയാളപ്പെടുത്തുക. അത് രണ്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരേ സ്ഥലത്ത് വരേണ്ടതാണ്. രണ്ട് പാർട്സും ജോയിൻ ചെയ്യുന്ന സമയത്ത് ബസ്റ്റ് പോയിന്റ് കറക്റ്റായി വരേണ്ടതാണ്. ബസ്റ്റ് സെൻറ്റർ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഉൾഭാഗത്തായി 4 ഇഞ്ച് സീം അലൗൺസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ എത്രയാണ് തയ്യൽ തുമ്പ് പിടിക്കുന്നത് അത്രയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുമ്പുള്ള വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്.